ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മുനിസിപ്പാലിറ്റി 24-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ വിദ്യാലയമാണ് ഹരിപ്പാട് DKNM LP സ്കൂൾ. 1913 സ്ഥാപിക്കപ്പെട്ട ഈ വിദ്യാലയത്തിൽ ഇന്ന് LKG മുതൽ 4ാം ക്ലാസ് വരെ 100ഓളം കുട്ടികളുമായി പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തി നിൽക്കുന്നു. വിദ്യാലയം ഇന്ന് ശ്രദ്ധേയമാകുന്നത് അന്യസംസ്ഥാന തൊഴിലാളിയായ രഞ്ജൻ ദേവ് ശർമ്മയുടെ മകനായ രാജാ ദേവ് ശർമ്മ 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായി എത്തുന്നതോടെയാണ്. രാജയുടെ സ്കൂൾ പ്രവേശനത്തെ വളരെ ആശങ്കയോടെയാണ് അധ്യാപകർ കണ്ടത്. ഭാഷ തന്നെയായിരുന്നു അവരുടെ മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി. മലയാളം എഴുതാനോ വായിക്കാനോ സംസാരിക്കാനോ അറിയുമായിരുന്നില്ല. മറ്റു കുട്ടികളുമായി എങ്ങനെ ആശയവിനിമയം നടത്തും, മറ്റ് കുട്ടികളോടൊപ്പം എങ്ങനെ അവനെ പഠന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കാൻ കഴിയും, ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുമായാണ് ക്ലാസ് ടീച്ചർ കൂടിയായ അമ്പിളി ടീച്ചർ ഓരോ ദിവസവും ക്ലാസ്സിൽ എത്തിയിരുന്നത്. എന്നാൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ അധ്യാപകരെ തന്നെ അതിശയിപ്പിച്ചുകൊണ്ട് പ്രാദേശികമായ കുട്ടികളെക്കാൾ മുൻനിരയിലേക്ക് അവനെത്താൻ തുടങ്ങി. 3ാം ക്ലാസ്സിലെ സഹപാഠികൾ അവനെ ഒപ്പം കൂട്ടി. അവരോടൊപ്പം ചേർന്ന് അത്യാവശ്യ ആശയവിനിമയ ശേഷി പരിമിത കാലം കൊണ്ട് രാജ കൈവരിച്ചു. ക്ലാസ് അസംബ്ലിയിൽ കുട്ടികളോടൊപ്പം അവൻ പരിപാടികൾ അവതരിപ്പിച്ചു. മലയാളം പാട്ടുകളും അവരോടൊപ്പം പാടാൻ തുടങ്ങി. അമ്പിളി ടീച്ചറിന്റെ നിരന്തരമായ ഇടപെടലിലൂടെ അക്ഷരങ്ങളും വാക്കുകളും ഗണിതബോധവും അവനിൽ ക്രമേണ മെച്ചപ്പെട്ടു. അവൻ മലയാളം വായിക്കാനും എഴുതാനും ആരംഭിച്ചു. സംഖ്യാബോധമുണ്ടായതോടെ ടീച്ചറെ അതിശയിപ്പിക്കുന്ന തരത്തിൽ അവൻ സങ്കലന വ്യവകലന ഗുണനക്രിയകൾ അവന്റെ സ്വതസിദ്ധമായ രീതിയിൽ വേഗത്തിൽ ചെയ്യുവാൻ തുടങ്ങി. രാജയ്ക്ക് ഗണിതത്തോട് വലിയ താല്പര്യമാണ്. സ്കൂൾ സംഘടിപ്പിച്ച പഠനയാത്ര, പച്ചക്കറി കൃഷി തുടങ്ങിയവയിൽ സജീവമായി അവന്റെ കൂട്ടുകാർക്കൊപ്പം രാജയുമുണ്ട്. സ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീ R. രാജീവ്. രാജാ ദേവ് ശർമ്മ ഞങ്ങളുടെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവനൊരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ മകനാണ്. അവൻ്റെ സഹോദരൻ പ്രദേശ് UKG പഠിക്കുന്നു. വന്നപ്പോൾ തന്നെ അവന് ഭാഷ അറിയില്ല, ഹിന്ദി മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ശരിക്കും 3ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായ അമ്പിളി ടീച്ചറിനും ഞങ്ങൾക്കൊക്കെ ആശങ്കയായിരുന്നു. അവനെങ്ങനെ പഠന പ്രവർത്തനങ്ങൾ അവനെ ഉൾപ്പെടുത്താൻ പറ്റും, എങ്ങനെ അവൻ്റെ സഹപാഠികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആശങ്കയൊക്കെ മാറിക്കൊണ്ട് ഏകദേശം ഇപ്പോൾ 2 മാസക്കാലം കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റുള്ള കുട്ടികളോടൊപ്പം തന്നെ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുമായിട്ട് കളിക്കാനും ഒക്കെ അവൻ തുടങ്ങി. ഭാഷ, മലയാള അക്ഷരങ്ങൾ എഴുതാൻ തുടങ്ങി. അതുപോലെ തന്നെ ഗണിതത്തിലൊരു പ്രത്യേക താല്പര്യം അമ്പിളി ടീച്ചർ അവനിൽ കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഖ്യാബോധം നൽകിയപ്പോൾ തന്നെ വളരെ അതിശയകരമായൊരു മാറ്റമാണ് ഗണിതത്തിൽ അവന് ഉണ്ടായത്. ഇപ്പോൾ ചതുഷ്കൃതികൾ, ഗുണനം വരെയുള്ള കാര്യങ്ങൾ അവന് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഗണിത ലാബും അതുപോലെ ഗണിത വിദ്യയും തുടങ്ങിയ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവനെ മെച്ചപ്പെട്ട നിലയിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. തന്റെ അധ്യാപക ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അനുഭവമായിട്ടാണ് ക്ലാസ് ടീച്ചർ കൂടിയായ അമ്പിളി ടീച്ചർ രാജയുടെ മാറ്റത്തെ നോക്കിക്കാണുന്നത്. രാജ എൻ്റെ ക്ലാസ്സിൽ വന്നിട്ടിപ്പോൾ ഏകദേശം 2 മാസക്കാലമായി. വർക്കിംഗ് ഡേയ്സ് ഏകദേശം ഒരു 25 ദിവസം മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. രാജയുടെ സ്വദേശം വെസ്റ്റ് ബംഗാളാണ്. മുഴുവൻ പേര് രാജാ ദേവ് ശർമ്മ എന്നതാണ്. അവരുടെ അച്ഛൻ ഇവിടെ തൊഴിലാളിയാണ്. തൊട്ടടുത്ത് തന്നെയാണ് താമസം. അപ്പം വന്ന സമയത്ത് എനിക്ക് ആകെ ടെൻഷനായിരുന്നു. കാരണം ഭാഷ അറിയില്ല, ഇംഗ്ലീഷും മലയാളം ഹിന്ദി ഒന്നും അറിയില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ മറ്റു കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്ത് ഭാഷ പഠിക്കാനുള്ള ഒരു താല്പര്യം അവനുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളുടെ എല്ലാ ക്ലാസ്സിലെ കുട്ടികളുമായിട്ട് അവൻ മിങ്കിൾ ചെയ്യുകയും അവനോട് വളരെ സൗഹൃദപരമായിട്ട് തന്നെ ഇടപെടുകയും ചെയ്തു. അങ്ങനെ അവനിപ്പോൾ ഏകദേശം നമ്മൾ അത്യാവശ്യം പറയുന്ന ഭാഷകൾ മലയാളത്തിൽ തന്നെ പറയുന്നുണ്ട്.
ആദ്യമൊക്കെ അവൻ ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ കുട്ടികളോട് ഒരുമിച്ച് തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. പിന്നെ ഇപ്പം മലയാളത്തിലെ ചെറിയ ചെറിയ വാക്കുകളൊക്കെ അവന് എഴുതുകയും പറയുകയും ചെയ്യും. പിന്നെ അവന് ഏറ്റവും കൂടുതൽ താല്പര്യം ഗണിതത്തിനാണ്. പിന്നെ ഞാൻ ഗണിത ലാബിൻ്റെ സഹായത്തോടുകൂടി തന്നെ അവനെ ഒരക്ക സംഖ്യയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ 3 അക്ക സംഖ്യയിൽ വരെയുള്ള പ്രാവീണ്യം അവൻ നേടിയിട്ടുണ്ട്. പിന്നെ സങ്കലനത്തിലും വ്യവകലനത്തിലും പിന്നെ ഗുണനപ്പട്ടി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അവന് ഇർക്കിലുമൊക്കെ വെച്ച് കമ്പുകെട്ട് അങ്ങനെയൊക്കെ വെച്ച് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ മറ്റു കുട്ടികളുമായിട്ട് തന്നെ നമുക്കൊന്ന് കമ്പയർ ചെയ്താൽ അവനെ ഏറ്റവും മുൻനിരയിൽ തന്നെ എത്തിക്കത്തക്കവണ്ണം നമ്മൾ അതിനെ പ്രാപ്തമാക്കുന്നുണ്ട്. പിന്നെ മലയാളത്തിൽ അവന് ചെറിയ കുട്ടിപ്പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. കുറേ വൊക്കാബുലറീസ് ഒക്കെ അവർ കിട്ടി. പിന്നെ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിലെ കുറേ വാക്കുകൾ അവന് എല്ലാവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് പൊതുവിദ്യാലയങ്ങളുടെ കടമ. പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെയും കൈപിടിച്ചുയർത്തി അവരുടെ കഴിവുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ അധ്യാപകരുടെ ഇടപെടലുകൾ അനിവാര്യമാണ്. DKNM LP സ്കൂൾ രാജ്യയിലൂടെ സാധ്യമാക്കുന്നത് ഇത്തരം ഇടപെടലുകളുടെ വിജയമാണ്.